പൊരിഞ്ഞ രാഷ്ട്രീയ ചർച്ചകൾക്കൊപ്പം ഇന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മറ്റൊരു ചർച്ച കൂടി ഉണ്ടായി. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെക്കുറിച്ചും ഒരു ഫേസ്ബുക്ക് പോസ്റ്ററിനെക്കുറിച്ചും. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറും BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുമാണ് ഇതിലെ താരങ്ങൾ. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി നടൻ ടൊവിനോ തോമസിനെ അദ്ദേഹത്തിൻ്റെ സെറ്റിൽ പോയി കണ്ടപ്പോൾ ഒരു ചിത്രവും എടുത്തു. പക്ഷേ ആ ചിത്രം അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ടൊവിനോ തോമസിനൊപ്പം നിൽക്കുന്ന ചിത്രത്തോടൊപ്പം VS സുനിൽകുമാറിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം കൂടി ഉൾപ്പെടുത്തി. ഇതോടുകൂടിയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായത്. കാരണം മറ്റൊന്നുമല്ല, ടൊവിനോ തോമസ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ്. അങ്ങനെയാകുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിത്രം ഉൾപ്പെടുന്ന ഒരു പോസ്റ്ററിൽ ഉൾപ്പെടാൻ പാടില്ല. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ടൊവിനോ തോമസിൻ്റെ ചിത്രം ഉൾപ്പെടുത്താനും പാടില്ല. ഇതോടുകൂടി ടൊവിനോ വിയോജിപ്പ് രേഖപ്പെടുത്തി. VS സുനിൽകുമാറിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അതോടുകൂടി VS സുനിൽകുമാർ ഈ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. ഫോട്ടോ നമ്മുടെ ആളുകളുടെ എടുത്തിട്ടപ്പോൾ ചിഹ്നടക്കമുള്ള ഫോട്ടോ ഇട്ടു. അതയാൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ബ്രാൻഡ് അംബാസിഡറാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നില്ല. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അത് നമ്മുടെ ആളുകളോട് നിർദ്ദേശം കൊടുത്തു, ഇടുന്നു പറഞ്ഞു. അത് പിൻവലിക്കുകയും ചെയ്തു. കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ രഘു ഫേസ്ബുക്കിലിട്ടൊരു കുറിപ്പാണ് മറ്റൊരു ചർച്ച. സുരേഷ് ഗോപി പല VIP-കളെയും ഉപയോഗിച്ച് ഗോപി ആശാനെ ഫോണിൽ ബന്ധപ്പെട്ടു. തനിക്ക് പിന്തുണ ആവശ്യപ്പെട്ടു. ഒരു ഡോക്ടർ ഉൾപ്പെടെ വിളിച്ചാണ് ഇത്തരത്തിൽ പിന്തുണ ആവശ്യപ്പെട്ടതെന്ന് ഗോപി ആശാന്റെ മകൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പത്മഭൂഷണൊക്കെ വേണ്ടേ ഗോപി ആശാനെ? അതൊക്കെ വേണമെങ്കിൽ സുരേഷ് ഗോപിയുമൊക്കെയുമായി സഹകരിച്ചുകൂടെ എന്ന് ഉൾപ്പെടെ ആ ഡോക്ടർ ചോദിച്ചെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. എന്നാൽ ഗോപി ആശാൻ ഇതേക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്നാണ് പ്രതികരിച്ചത്. സുരേഷ് ഗോപി ആകട്ടെ തനിക്ക് ഗോപി ആശാൻ ഗുരുതുല്യനാണെന്നും ആരെയും ഗോപി ആശാനെ ബന്ധപ്പെടാൻ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് സുരേഷ് ഗോപിയും വ്യക്തമാക്കി. ഒരു ഗുരുവിനെ കണ്ട് വണങ്ങുന്നത് പോലെ, തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട്. ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സാണോ, അദ്ദേഹം അറിയിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വികസനവും CAA-യും പെട്രോൾ വിലവർധനയും എല്ലാം മാത്രമല്ല ചർച്ച. ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റും ഫേസ്ബുക്ക് പോസ്റ്ററുമെല്ലാം തന്നെ ചർച്ചയാകുന്നു. സുജി പട്ടാമിക്കൊപ്പം തൃശ്ശൂരിൽ നിന്നും MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്.